Hello friends, welcome to the class. We will talk about Std8 Kite Victers English. Teacher at the class parna activities vana. In the teacher at the boy who drew the cats in the lesson ana. That is second part ana teacher in the lesson detail lightla Malayalam explanation, meanings, question answers, activities are the video njan already edited. Link in comment section kodukam. Appo aa bhagam poi kandu kayinjal ningalku adokke complete cheyan pattum. Okay. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലെസൻ്റെ മീനിങ്സ് നോക്കാം. അത് കഴിഞ്ഞ് ഇന്ന് ടീച്ചർ തന്ന അസൈൻമെൻറ്റ് നോക്കാം. നമുക്ക് ആദ്യം ഇതിൻ്റെ മീനിങ്സ് നോക്കാം. എക്കോലീറ്റ്, ഡിസൈപ്പിൾ, ഫോളോവർ അല്ലെങ്കിൽ ശിഷ്യൻ. ലാഡ് എന്ന് പറഞ്ഞാൽ ബോയ്, ആൺകുട്ടി. ഗോബ്ലിൻ, കുട്ടിച്ചാത്തൻ. ടെംപ്റ്റ്, പ്രലോഭിപ്പിക്കുക. നോക്ക്, വിരൽ മടക്കി കൊട്ടില്ലേ, വാതിലിൻ്റെ മുകളിൽ കൊട്ടുന്നതിനെയാണ് നോക്ക് എന്ന് പറയുക. കോബ് വെബ് എന്ന് പറഞ്ഞാൽ ചിലന്തി വല അല്ലെങ്കിൽ മാറാല. എവേക്കണ്ട്, ഉണർത്തപ്പെട്ട, പെട്ടെന്നൊരു ശബ്ദം കേൾക്കുമ്പോൾ ഹി വാസ് എവേക്കണ്ട് എന്നാണ് പറയുക, ഉണർത്തപ്പെട്ടു. ഓഫുൾ, അനിഷ്ടകരമായ. ഇനോമസ്, വളരെ വലിയ. പൊസിഷൻ, കൈവശം വയ്ക്കുക. മോൺസ്ട്രസ്, പൈശാചികം. ചിങ്ക് ഓഫ് ദി ഡോർ എന്നൊക്കെ പറഞ്ഞാൽ ഡോറിൻ്റെ വിടവിലൂടെ അല്ലെങ്കിൽ ആ ചെറിയ ഹോളിലൂടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോറോ, വിഷമം. ഫാസ്റ്റഡ്, മുറുകെ കെട്ടപ്പെട്ട. സ്ക്രീൻ, തിരശീല അല്ലെങ്കിൽ രണ്ട് മുറികളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ആ മറേനെയൊക്കെ നമുക്ക് സ്ക്രീൻ എന്ന് പറയാം. പ്രീസ്റ്റ്ഹുഡ് എന്ന് പറഞ്ഞാൽ പൗരോഹിത്യം എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ഇതിൽ ന്യൂ വേർഡ്സ് വരുന്നത്. ആക്കലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ പുരോഹിതനെ അനുഗമിക്കുന്ന ആൾ അല്ലെങ്കിൽ ആ പുരോഹിതനെ പോലെ തന്നെ മതഗ്രന്ഥങ്ങളെ പറ്റിയും പൂജാകർമ്മങ്ങളെ പറ്റിയും അറിവുള്ള ആൾ അല്ലേ, അദ്ദേഹത്തിൻ്റെ ഫോളോവറെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്കലൈറ്റ് എന്ന് പറയുന്നത്. ഒരു പ്രീസ്റ്റിന് അറിയേണ്ട കാര്യങ്ങളൊക്കെ ആ കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കാനാണ് ആ മാതാപിതാക്കൾ ആ പ്രീസ്റ്റിനോട് ചോദിച്ചത്. The old man spoke kindly to the lad and asked him some hard questions. So clever were the answers that the priest agreed to take the little fellow into the temple as an acolyte and to educate him for the priesthood. എന്താണ്, ആ വയസ്സായ പുരോഹിതൻ ആ കുട്ടിയോട് കുറച്ചു നേരം സംസാരിച്ചു അല്ലേ, പല ഹാർഡ് ക്വസ്റ്റ്യൻസും ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളും അവനോട് ചോദിച്ചിരുന്നു. പക്ഷേ എന്താണ്, ആ ചെറിയ കുട്ടി വളരെയധികം ബുദ്ധിമാനായിരുന്നു. അദ്ദേഹം ചോദിച്ച എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം പറഞ്ഞു കൊടുത്തു. The priest agreed to take the little fellow into the temple as an acolyte. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് സമ്മതിച്ചു, ആ കുട്ടിയെ അദ്ദേഹത്തിൻ്റെ കൂടെ നിർത്താം, ആ ടെമ്പിളിൽ കാര്യങ്ങളൊക്കെ അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചു. ഓക്കെ. The boy learned quickly what the old priest taught him and was very obedient in most things. But he had one fault. He liked to draw cats during study hours and to draw cats even where cats ought not to have been drawn at all. എന്താണ്, ആ പുരോഹിതൻ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ ആ കുട്ടി വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി. അവൻ വളരെയധികം ബുദ്ധിശാലിയായിരുന്നു. പക്ഷേ ഹി ഹാഡ് വൺ ഫോൾട്ട്, അവൻ്റെ കയ്യിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നു, ഒരു തെറ്റുണ്ടായിരുന്നു. എന്താണ്, ഹി ലൈക്ക് ടു ഡ്രോ കാറ്റ്സ് ഡ്യൂറിങ് സ്റ്റഡി അവേഴ്സ്. പഠിക്കുന്ന സമയങ്ങളിൽ കൂടി അവന് ഇഷ്ടം എന്തായിരുന്നു, പൂച്ചയുടെ ചിത്രം വരയ്ക്കാനായിരുന്നു. And to draw cats even where cats ought not to have been drawn at all. പക്ഷെ എന്താണ്, ചില സ്ഥലങ്ങളിൽ അവിടെയൊന്നും അവൻ പൂച്ചയുടെ ചിത്രം വരയ്ക്കാൻ പാടില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോലും അവൻ പലതരത്തിലുള്ള പല പൂച്ചകളുടെ ചിത്രങ്ങളും വരച്ചു എന്നാണ് പറയുന്നത്. അതായത് അമ്പലത്തിൻ്റെ ചുറ്റും ഉള്ള മതിലുകളിലോ അല്ലെങ്കിൽ ചുമരുകളിലോ ഒക്കെ അവൻ അങ്ങനെ വരച്ചിട്ടുണ്ടാവും. അപ്പോൾ ശരിക്കും അവൻ അങ്ങനെ ചെയ്യാൻ പാടില്ല, പക്ഷേ അവൻ അവിടെയൊക്കെ ഇങ്ങനെ പൂച്ചകളുടെ ചിത്രങ്ങൾ വരച്ചു. Whenever he found himself alone, he drew cats. എപ്പോഴൊക്കെ അവൻ ഒറ്റയ്ക്കായി അപ്പോഴൊക്കെ അവൻ ആ പൂച്ചയുടെ ചിത്രം വരച്ചു തുടങ്ങി. He drew them on the margins of the priest books and on all the screens of the temple and on the walls and on the pillars. അവൻ എപ്പോഴൊക്കെ തനിച്ചായി അപ്പോഴൊക്കെ അവൻ പൂച്ചയുടെ ചിത്രങ്ങൾ വരച്ചു. എവിടെയൊക്കെ വരച്ചു, പ്രീസ്റ്റിൻ്റെ ബുക്ക്, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളുടെ മാർജിൻസിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബുക്സിൻ്റെ മാർജിൻസിൽ, ടെമ്പിളിൻ്റെ സ്ക്രീൻസിൻ്റെ മുകളിൽ, അതിൻ്റെ ചുമരിൻ്റെ മുകളിൽ, അതിൻ്റെ പില്ലേഴ്സ്, അതിൻ്റെ തൂണുകളുടെ മുകളിൽ, അവന് കിട്ടിയ കണ്ണി കണ്ട സ്ഥലം മുഴുവൻ അവൻ പൂച്ചയുടെ ചിത്രങ്ങൾ കൊണ്ട് നിറച്ചു. Several times the priest told him that this was not right, but he did not stop drawing cats. ആ പ്രീസ്റ്റ് പറഞ്ഞു കൊടുത്തു, പലതവണ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ നീ ചിത്രം വരച്ചു കൂട്ടരുത്, ഇങ്ങനെ ടെമ്പിളിൻ്റെ വാൾസിലും സ്ക്രീൻസിലും ഒന്നും നീ ഇങ്ങനെ വരയ്ക്കാൻ പാടില്ല എന്ന് പലതവണ അദ്ദേഹം പറഞ്ഞു കൊടുത്തു. പക്ഷേ ആ കുട്ടി ചിത്രങ്ങൾ വരച്ചുകൊണ്ടേയിരുന്നു. He drew them because he could not really help it. എന്തുകൊണ്ടാണ്, ആ കുട്ടിക്ക് അത് ആ ഒരു വരയ്ക്കാനുള്ള ആ ഒരു ഇത് കൺട്രോൾ ചെയ്യാൻ സാധിച്ചിരുന്നില്ല അല്ലേ. അവൻ്റെ ഒരു പാഷൻ പോലെ അവൻ ഈ പൂച്ചയുടെ ചിത്രങ്ങൾ അങ്ങനെ വരച്ചുകൊണ്ടേയിരുന്നു. He had what is called the genius of an artist and just for that reason he was not quite fit to be an
fit to be an acolyte. A good acolyte should study books. ആ ഒരു കാരണം കൊണ്ട് മാത്രം അവനൊരു നല്ല ആക്കലൈറ്റ് ആവാൻ, അവനൊരു നല്ല പുരോഹിതനാവാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഒരു ഫോളോവർ ആവാൻ പറ്റിയില്ല. എ ഗുഡ് ആക്കലൈറ്റ് ഷുഡ് സ്റ്റഡി. ഒരു നല്ല ആക്കലൈറ്റ് എങ്ങനെയായിരിക്കണം? അവൻ എപ്പോഴും ബുക്സ്, ഗ്രന്ഥങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. One day after he had drawn some very clever pictures of cats upon a paper screen, the old priest said to him severely. സ്ക്രീൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്താണ്? ഒരു സ്ക്രീനിൻ്റെ മുകളിൽ അവൻ വളരെയധികം പൂച്ചകളുടെ ചിത്രങ്ങൾ വരച്ചു വെച്ചു. നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ പ്രീസ്റ്റ് അവനെ വിളിച്ചു വരുത്തി എന്ത് പറഞ്ഞു? said to him severely. കുറച്ച് ഹാഷായി തന്നെ പറഞ്ഞു അല്ലേ? എന്താണ് പറഞ്ഞത്? and said to him severely. കുറച്ച് ഗൗരവമായി തന്നെ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? my boy, you must go away from this temple at once. ആ കുട്ടിയോട് പറഞ്ഞു, നീ ഈ ടെമ്പിളിൽ നിന്ന് ഇപ്പോൾ തന്നെ പുറത്തേക്ക് പോകണം അല്ലേ? you will never make a good priest, but perhaps you will become a great artist. നിനക്ക് ഒരിക്കലും ഒരു നല്ല പുരോഹിതനാവാൻ പറ്റില്ല, പക്ഷേ നിനക്ക് വലിയൊരു ആർട്ടിസ്റ്റ് ആവാനുള്ള കഴിവ് നിന്നിലുണ്ട്. ചിലപ്പോൾ നീ വലിയൊരു ആർട്ടിസ്റ്റായി തീർന്നേക്കാമെന്ന് ആ ഒരു പ്രീസ്റ്റ് ഇയാളോട് പറഞ്ഞു, ഈ കുട്ടിയോട് പറഞ്ഞു. Now let me give you a last piece of advice and be sure you never forget it. Avoid large places at night and keep to small. അപ്പോൾ എന്താണ് പറഞ്ഞത്? നീ പോകുന്നതിന് മുമ്പ് എനിക്ക് നിന്നോടൊരു അഡ്വൈസ്, ഉപദേശം തരാനുണ്ട്. and never forget it. നീ ഒരിക്കലും അത് മറക്കാൻ പാടില്ല. Avoid large places at night and keep to small. വലിയ വലിയ സ്ഥലങ്ങൾ നീ രാത്രികളിൽ ഒഴിവാക്കുക, ചെറിയ പ്രദേശങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന് അദ്ദേഹം ആ കുട്ടിക്കൊരു ഉപദേശം കൊടുത്തു. The boy did not know what the priest meant by saying avoid large places and keep to small. എന്തുകൊണ്ടാണ് പുരോഹിതൻ ഇങ്ങനെ പറഞ്ഞതെന്ന് കുട്ടിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ല അല്ലേ? രാത്രി സമയങ്ങളിൽ വലിയ ഇടങ്ങൾ ഒഴിവാക്കൂ, ചെറിയ ഇടങ്ങൾ കണ്ടെത്തൂ എന്നാണ് അദ്ദേഹം കൊടുത്തിരുന്ന ഉപദേശം. He thought and thought while he was tying up his little bundle of clothes to go away, but he could not understand those words and he was afraid to speak to the priest anymore except to say goodbye. ആ കുട്ടി അവൻ്റെ ഡ്രസ്സ് പാക്ക് ചെയ്യായിരുന്നു അല്ലേ? ടൈയിങ് അപ്പ് ഹിസ് ബണ്ടിൽ ഓഫ് ക്ലോത്ത്സ്. അവൻ്റെ ഡ്രസ്സുകളുടെ അടക്ക് കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ബണ്ടിൽ എന്ന് പറഞ്ഞാൽ അടക്ക്. അത് കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴും അവൻ്റെ മനസ്സിൽ ആ പ്രീസ്റ്റ് പറഞ്ഞ ആ ലൈനായിരുന്നു. ഏതായിരുന്നു ലൈൻ? അവോയ്ഡ് ലാർജ് പ്ലേസസ്, കീപ് ടു സ്മോൾ. വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കാൻ അല്ലെങ്കിൽ അങ്ങോട്ട് പോവാതിരിക്കാനാണ് അദ്ദേഹം രാത്രികാലങ്ങളിൽ നിർദ്ദേശിച്ചത്. അപ്പോൾ എന്തിനാണ് അദ്ദേഹം ഇത് പറഞ്ഞത്, അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് ആ കുട്ടിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. പക്ഷെ അവൻ ആ പ്രീസ്റ്റിനോട് നേരിട്ട് പോയി ചോദിക്കാൻ പേടിയായിരുന്നു. അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ അറിയാനുള്ള ചോദ്യം ചോദിക്കാൻ അവന് ഉള്ളിലൊരു ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ പ്രീസ്റ്റിനോട് ഗുഡ് ബൈ പറഞ്ഞ് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. He left the temple very sorrowfully and began to wonder what he should do. അവൻ വളരെയധികം സങ്കടത്തോടു കൂടി ആ ഒരു ടെമ്പിളിൽ നിന്നിറങ്ങി. എന്നിട്ട് ഇനി എന്താണ് അവൻ ചെയ്യേണ്ടതെന്ന് അവൻ ആലോചിച്ചു തുടങ്ങി. He went straight home. He felt sure his father would punish him for having been disobedient to the priest, so he was afraid to go home. അവൻ വീട്ടിലേക്ക് തിരിച്ചു പോവാണെങ്കിൽ അവൻ ഉറപ്പായിരുന്നു അവൻ്റെ അച്ഛൻ അവനെ വഴക്ക് പറയും. അവനെ ഒരു ടെമ്പിളിൽ ഒരു പ്രീസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടാക്കിയതാണ്, അവിടുത്തെ കാര്യങ്ങൾ പഠിക്കാൻ കൊണ്ടാക്കിയതാണ്. അവൻ അതൊന്നും പഠിക്കാതെ ഡിസൊബീഡിയൻ്റ് ആയിട്ട് പ്രീസ്റ്റ് പറയുന്നതൊന്നും കേൾക്കാതെ അവൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അവന് ശിക്ഷ എന്തായാലും കിട്ടുമെന്ന് അവന് ഉറപ്പായിരുന്നു. സോ ഹി വാസ് afraid to go home. അതുകൊണ്ട് തന്നെ അവൻ വീട്ടിൽ പോവാൻ പേടിയുണ്ടായിരുന്നു. All at once he remembered that the next village 12 miles away there was a very big temple. He had heard there were several priests at that temple and he made up his mind to go to them and ask them to take him for their acolyte. അപ്പോഴാണ് അവന് ഓർമ്മ വന്നത് 12 മൈൽ അകലെ അപ്പുറത്തെ വില്ലേജിൽ, അപ്പുറത്തെ ഗ്രാമത്തിലൊരു വലിയ ടെമ്പിൾ ഉണ്ട് അല്ലേ? ആ ടെമ്പിളിൽ വളരെയധികം പ്രീസ്റ്റും വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് ആരോടെങ്കിലും അവനെ അവരുടെ അക്കലൈറ്റ് ആക്കാൻ അവരോട് ചോദിക്കാമെന്ന് അവൻ തീരുമാനിച്ചു. ഇന്ന് ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. വേർ ഡിഡ് ഹി ഡ്രൂ കാറ്റ്സ്? എവിടെയാണ് ആൺകുട്ടി പൂച്ചയുടെ ചിത്രങ്ങൾ വരച്ചിരുന്നത്? ഹി ഡ്രൂ കാറ്റ്സ് ഓൺ ദ മാർജിൻസ് ഓഫ് ദി പ്രീസ്റ്റ് ബുക്സ് ആൻഡ് ഓൺ ദി സ്ക്രീൻസ് ഓഫ് ദ ടെമ്പിൾ, ഓൺ ദ വാൾസ് ആൻഡ് ഈവൻ ഓൺ ദ പില്ലേഴ്സ്. എവിടെയൊക്കെ വരച്ചിരുന്നത്? പ്രീസ്റ്റിൻ്റെ ബുക്കിൻ്റെ മാർജിനുകളിൽ വരച്ചിരുന്നു, ആ ടെമ്പിളിലെ സ്ക്രീൻസിൽ വരച്ചിരുന്നു, അതുപോലെ തന്നെ അതിൻ്റെ ചുവരുകളിൽ വരച്ചിരുന്നു, അതുപോലെ തന്നെ അതിൻ്റെ പില്ലർ തൂണുകളിലും പിക്ചേഴ്സ് വരച്ചിരുന്നു. അതായത് അവൻ എവിടെയൊക്കെ സ്ഥലം കണ്ടോ അവിടെയൊക്കെ പൂച്ചയുടെ ചിത്രങ്ങൾ വരച്ചിരുന്നു. പില്ലർ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ തൂണ് അല്ലെങ്കിൽ സ്തംഭത്തിനെയാണ് പില്ലർ എന്ന് പറയാം.
Okay. The boy did not stop drawing cats. What could be the reason behind the boy's action? ആ കുട്ടിക്ക് ആ പൂച്ചയെ വരയ്ക്കാതിരിക്കാൻ പറ്റിയില്ല. അവൻ പൂച്ചകളെ വരച്ചുകൊണ്ടേയിരുന്നു. എന്തായിരിക്കാം അതിനുള്ള കാരണം? നാലാമത്തെയാണ് ആൻസർ. ഹി ഹാഡ് ദ ജീനിയസ് ഓഫ് എൻ ആർട്ടിസ്റ്റ്. ഇന്ന് തന്ന അസൈൻമെൻറ്റ് ഇതാണ്. ദ ബോയ് ഡിസൈഡഡ് ടു ഗോ ടു അനദർ ടെമ്പിൾ ഇൻ ദ നിയർ ബൈ വില്ലേജ്. ഹിസ് മൈൻഡ് വാസ് ഫിൽഡ് വിത്ത് ഡിഫറെൻറ്റ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊരു ഡയറി എഴുതാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞിരുന്നു. ഡേറ്റ് കൊടുക്കണം, ടൈം കൊടുക്കണം, അതുപോലെ തന്നെ ജനറൽ കമൻറ്റ് ഓഫ് ദി ഡേ. എങ്ങനത്തെ ദിവസമായിരുന്നു? സാഡ് ഡേ ആയിരുന്നു, ഹാപ്പി ഡേ ആയിരുന്നു, എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു, അതൊക്കെ കൊടുക്കണം. ദി ഇവൻറ്റ് ഓർ സിറ്റുവേഷൻ, എന്ത് കാര്യമാണ് അന്ന് നടന്നത്, അവൻ്റെ തോട്ട്സും ഫീലിങ്സും നിങ്ങൾ പറയണം. യൂസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസസ്. ഓ ഗോഡ്, ഔച്ച്, ഹൗ ബ്യൂട്ടിഫുൾ, ഇങ്ങനെയൊക്കെ എക്സ്ക്ലമേറ്ററി മാർക്സ് ഉള്ള സെൻറ്റൻസസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഫോമിലുള്ള സെൻറ്റൻസ് ഉപയോഗിക്കാം. വൈ ഐ ആം സോ ക്രേസി, വൈ മീ, വൈ കാണ്ട് ഐ ഡു തിങ്സ് പ്രോപ്പർലി, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ടാഗൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സിമ്പിൾ സെൻറ്റൻസസ് ആയിരിക്കണം. സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രസൻറ്റ് ടെൻസ് ഫോമിലായിരിക്കണം കൊടുക്കേണ്ടത്. ഓക്കെ. അതുപോലെ തന്നെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ക്യാൻ യൂസ് ഇൻകംപ്ലീറ്റ് ആൻഡ് ബ്രോക്കൺ സെൻറ്റൻസസ്. വാട്ട് ടു ഡു, ഹൗ ബാഡ് എന്നൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. ഇവൻറ്റ്സ് ആർ നറേറ്റഡ് ഇൻ ദ പാസ്റ്റ് ടെൻസ്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ നിങ്ങൾ പാസ്റ്റ് ടെൻസിലായിരിക്കണം പറയുന്നത്. ഫസ്റ്റ് പേഴ്സൺ നരേഷൻ, അതായത് ഞാനാണ് പറയുന്നത്. അപ്പോൾ ഐ, മീ, അങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ ഡയറി ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. 2 സെപ്റ്റംബർ 2021 ഡേറ്റ് കൊടുത്തു. തേഴ്സ്ഡേ, ഇന്ന് തേഴ്സ്ഡേ ആണ്. സമയം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, വൈകുന്നേരമാണ് നമ്മൾ ഡയറി എഴുതുക. അപ്പോൾ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയം. ഡിയർ ഡയറി, അപ്പോൾ സല്യൂട്ടേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ കൊടുക്കേണ്ട. പിന്നെ എന്താണ്, ഇന്നൊരു ബാഡ് ഡേ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഡയറി തുടങ്ങുന്നത്. ഇറ്റ് വാസ് എ റിയലി ബാഡ് ഡേ, വൈ കാണ്ട് ഐ സ്റ്റോപ്പ് ഡ്രോയിങ് കാറ്റ്സ്. ഇന്നൊരു വളരെ പൊട്ട ദിവസമായിരുന്നു, എനിക്ക് എന്തുകൊണ്ടാണ് ഈ പൂച്ചയെ വരയ്ക്കുന്നത് നിർത്താൻ പറ്റാത്തത്. പ്രീസ്റ്റ് ഗോട്ട് റിയലി ആംഗ്രി ടുഡേ. പ്രീസ്റ്റ് ഇന്ന് എന്നോട് വളരെയധികം ദേഷ്യപ്പെട്ടു. ഹി ടോൾഡ് മീ ദാറ്റ് ഐ ക്യാൻ നെവർ ബി എ ഗുഡ് ആക്ലിറ്റ് ആൻഡ് ഐ ഓൾവേസ് ഡ്രൂ പിക്ചേഴ്സ് ഓഫ് കാറ്റ്സ് ഓൺ ബുക്സ്, പില്ലേഴ്സ് ആൻഡ് സ്ക്രീൻസ്. എനിക്ക് ഒരിക്കലും നല്ലൊരു ആക്ലിറ്റ് ആവാൻ പറ്റില്ല, ഒരു ഡിസൈപ്പിൾ ആവാൻ പറ്റില്ല. കാരണം എന്താണ്, ഞാൻ എപ്പോഴും പൂച്ചകളെ വരച്ചുകൊണ്ടിരിക്കുകയാണ്, പുസ്തകങ്ങളിലും പില്ലേഴ്സിലും അതുപോലെ തന്നെ ചുമരുകളിലും. ഹി അഡ്വൈസ് മീ ദാറ്റ് ഐ ക്യാൻ ബിക്കം എ ഗുഡ് ആർട്ടിസ്റ്റ് ബട്ട് നെവർ എ ഗുഡ് പ്രീസ്റ്റ്. എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു എനിക്കൊരു നല്ലൊരു ആർട്ടിസ്റ്റ് ആവാൻ പറ്റും, പക്ഷേ ഒരിക്കലും ഒരു നല്ല പ്രീസ്റ്റ് ആവാൻ പറ്റില്ല. ഹി ഓൾസോ ആസ്ക്ഡ് മീ ടു അവോയ്ഡ് ബിഗ് പ്ലേസസ് അറ്റ് നൈറ്റ്. രാത്രികാലങ്ങളിൽ വലിയ സ്ഥലം ഒഴിവാക്കാനും അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു. ഐ റിയലി ഡോണ്ട് നോ വാട്ട് ഹി മെൻ ബൈ ദാറ്റ്. അദ്ദേഹം ആ വരി കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് ഒട്ടും മനസ്സിലായില്ല എന്നാണ് പറയുന്നത്. ബട്ട് ഐ ഹാവ് ടു ലീവ് ദിസ് ടെമ്പിൾ, ബട്ട് വാട്ട് വിൽ ഐ ടെൽ ഡാഡ്? ഹി വിൽ ഡെഫിനറ്റ്ലി പണിഷ് മീ ഫോർ ഡിസൊബേയിങ് ദ പ്രീസ്റ്റ്. ഐ ആം റിയലി അഫ്രേഡ് ടു ഗോ ബാക്ക് ഹോം. I will go to the big temple in the nearby village. I hope that I'll get a job there. എനിക്കിപ്പോൾ ഈ ഒരു ടെമ്പിൾ എന്തായാലും വിട്ടു പോകണം, പക്ഷെ ഞാൻ എങ്ങോട്ടാണ് പോവുക? എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. വീട്ടിലേക്ക് പോയാൽ എന്താണ്, അച്ഛൻ്റെ കയ്യിൽ നിന്ന് എന്തായാലും എനിക്ക് പണിഷ്മെൻറ്റ് കിട്ടും. ഞാൻ തൊട്ടടുത്തുള്ള ടെമ്പിളിലേക്ക് പോകാനാണ് വിചാരിക്കുന്നത്. അവിടെ എനിക്ക് എന്തെങ്കിലും ഒരു ജോബ് കിട്ടുമായിരിക്കും. Why all such bad things happen to me? എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള എല്ലാ പൊട്ട കാര്യങ്ങളും എനിക്ക് തന്നെ സംഭവിക്കുന്നത്? വാട്ട് വിൽ മൈ മദർ ആൻഡ് സിബ്ലിങ്സ് തിങ്ക് അബൌട്ട് മീ? എൻ്റെ അമ്മയും എൻ്റെ ബ്രദറും സിസ്റ്ററും ഒക്കെ എന്നെക്കുറിച്ച് എന്താണ് ചിന്തിക്കുക? ഓൾറെഡി നൈബേഴ്സ് തിങ്ക് ദാറ്റ് ഐ ആം യൂസ്ലെസ്. എല്ലാ നൈബേഴ്സും എൻ്റെ അയൽ വീട്ടുകാരൊക്കെ ഇപ്പോഴേ ഞാനൊരു യൂസ്ലെസ് ആണെന്നാണ് പറയുന്നത്. ഓ ഗോഡ്, ഐ ആം ഫെഡ് അപ്പ്. എൻ്റെ ദൈവമേ, എനിക്ക് മതിയായി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡയറി അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ നെയിം കൂടി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ഡയറിയുടെ ഫോമാറ്റ് വരുന്നത്. നിങ്ങളും ഇതുപോലെ ഒരു ഡയറി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്